ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ട്രാവലിംഗ് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഒരു യാത്രയാണ്, ഫാമിലി ആയിട്ട് പോയൊരു ട്രിപ്പാണ്. കർണാടകയിലെ ബന്ദിപ്പൂർ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഒരു രാത്രി താമസം. അതും ഗവൺമെൻറ്റിൻ്റെ റിസോർട്ടാണ് കേട്ടോ. വലിയ ലക്ഷറി റിസോർട്ടൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ. ഇത് ഗവൺമെൻറ്റിൻ്റെ റിസോർട്ടാണ്. ഇത് പ്രീ ബുക്കൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അധികം അത്ര സൗകര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ റിസോർട്ടിൽ താമസിക്കുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. റൂമും കിടക്കാൻ 2 റൂമൊക്കെ ആയിട്ട് കട്ടിലൊക്കെ ആയിട്ട് അത്യാവശ്യം കിടക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ കുളിച്ച് റെഡിയായി ഫ്രഷായിട്ട് പോകുന്നത് എങ്ങനെയാണെന്നറിയും, കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഗൈസ്. ഞങ്ങൾ ഉൾക്കാട്ടിലേക്കൊരു യാത്ര പോവുകയായിരുന്നു, അതും ബസ്സിൽ. ഇവരുടെ തന്നെ ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിനും പ്രീ ബുക്ക് ചെയ്യണം കേട്ടോ, എന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നേരെ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് നേരത്തെ പുലർച്ചെയുള്ളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ആ ബസ് വരുന്നത് വരെ ഞങ്ങളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നു. പിന്നെ ഞങ്ങൾ വേഗം അതിൽ കയറി കുത്തിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്രണ്ട് സീറ്റ് തന്നെ കയറിയിരുന്നു കേട്ടോ. മൃഗങ്ങളെയൊക്കെ നല്ല അടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ കണ്ടത് മാന്യം മയിലും കുറേ കുരങ്ങന്മാരിനെയും മാത്രം. ആനനെ കണ്ടില്ല ഗൈസ്. എത്ര ഉള്ളിലേക്ക് പോയിട്ടും ഞങ്ങൾക്ക് ആനനെ കാണാൻ പറ്റിയില്ല. ആനനെ കണ്ടാൽ തിരിച്ചു പോന്നു. പിന്നെ മയിൽ പീലി വിടത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ തിരിഞ്ഞ് നിൽക്കാണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ആൾ തിരിഞ്ഞു നിന്നു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് മാനുകളെയും കുരങ്ങന്മാരെയൊക്കെ കണ്ട് കുറച്ചുള്ളിലേക്ക് പോയിട്ട് വലിയതൊന്നും ഉണ്ടായില്ല. അപ്പോൾ തിരിച്ച് പോന്നു കേട്ടോ. ബസ് തിരിച്ചെടുത്തവർ. പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി. അവിടെ കുറച്ച് പ്രാവിനെ വളർത്തുന്നവരായിരുന്നു, പിള്ളേരൊക്കെ അതിൻ്റെ പുറകെയാണേ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് ഒരു വെറൈറ്റി ഒരു ഹോട്ടൽ കേട്ടോ. ഒരു ഗുഹയുടെ ഉള്ളിലൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡും കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു. നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഫുഡായിരുന്നു. ഗുഹയുടെ ഉള്ളിലാണ് ഇന്ന് കഴിക്കുക. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മസനഗുഡി എത്തിയപ്പോൾ 2 ആനനെ കണ്ടു. അങ്ങനെ മസനഗുഡി വഴി ഞങ്ങൾ ഊട്ടിയിലെത്തി ഗൈസ്. ഊട്ടിയിലെത്തിയാൽ പിന്നെ ഒരു ബോട്ട് യാത്ര നിർബന്ധമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ടിക്കറ്റൊക്കെ എടുക്കാൻ ഒത്തിരി ലേറ്റായി. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ബോട്ടിനുള്ളിൽ കയറാനിരിക്കേണ്ട. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നു. ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരായി വന്നിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ചെറിയ കുട്ടിയായപ്പോഴൊക്കെയാണ് ഈ ബോട്ടിൽ പോയിട്ടുള്ളത്. അവർ പോയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഓർമ്മ വെച്ചപ്പോൾ ആദ്യമായിട്ടാണ് അവരിങ്ങനെ ബോട്ടിൽ പോകുന്നത്. അവർക്ക് നന്നായിട്ട് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളവും അപ്പുറത്തൊക്കെ ബോട്ട് പോകുന്നതൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. ട്രിപ്പ് പോകുമ്പോൾ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് ഒരു വൈബുള്ളൂ, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഊട്ടിയുടെ സ്വന്തം ബൊട്ടാനിക്കൽ ഗാർഡൻ. ഊട്ടിയിൽ പോയാൽ അവിടെ പോകാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നെയ്മുനായിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് ഡാൻസ് റീൽസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഗാർഡൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ കുറേ പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എന്ത് രസമാണ്. പക്ഷേ ഈ പൂക്കൾ നമ്മൾ നാട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല. അത് അവിടുത്തെ കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്ന തരം പൂക്കളാണ് കേട്ടോ. കണ്ടിട്ട് എത്ര ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഫോട്ടോ എടുത്ത് അവിടെ തിരിച്ചിറങ്ങി. അപ്പോഴാണ് ക്യാബേജ് തോട്ടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണുമ്പോൾ നമുക്കൊക്കെ അതൊരു വെറൈറ്റി ഇല്ലേ. പിന്നെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു പച്ചക്കറി മേടിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഫ്രഷ് പച്ചക്കറി മേടിച്ചിട്ട് പോകണ്ടേ. ഞങ്ങൾ ക്യാരറ്റും ക്യാബേജൊക്കെ മേടിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും ആ ക്യാബേജ് തോട്ടത്തേക്ക് തന്നെ എൻ്റെ കണ്ണ് പോയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ കുറേ താറാവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.